നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ ഇടയ്ക്ക് സർവീസിന് കൊടുക്കും അല്ലേ? എന്തിനാ സർവീസിന് കൊടുക്കുന്നത്? നമ്മളത് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സർവീസിന് കൊടുക്കും. ഈ സർവീസിന് കൊടുക്കുന്ന ദിവസം നമുക്ക് നേരത്തെ അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ 2 ദിവസം നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അല്ലേ? അതെ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ആണെങ്കിലും വീട്ടിലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിനിടയ്ക്ക് റിപ്പയറോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കും അല്ലേ? പക്ഷെ പലരും മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ ഒരു റെസ്റ്റ് പീരീഡ് അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സർവീസിങ് നമുക്കും ആവശ്യമാണ്. നമ്മൾ ഈ എടുക്കേണ്ട സർവീസിംഗ് ആണ് ഇടയ്ക്ക് നമ്മുടെ പ്രോപ്പർ റെസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പം നമ്മുടെ ഇപ്പം പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്തവരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഇടയ്ക്ക് നമുക്കൊരു റെസ്റ്റ് ആവശ്യമാണ്. അതിപ്പം നിങ്ങൾക്ക് തനിയെ എവിടെയെങ്കിലും പോയി ഇരിക്കാനാണോ അല്ലെങ്കിൽ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കിൽ നിന്നും നമുക്കൊരു പ്രോപ്പർ റെസ്റ്റ് ആവശ്യമാണ്. അത് നമ്മളിപ്പം ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലേ? ആ ഉറങ്ങുന്ന സമയം നമുക്ക് കിട്ടുന്ന ഒരു റെസ്റ്റാണ് എല്ലാത്തിൽ നിന്നും. അതെന്തിനാണ്? കൂടുതൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ ഈ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് ആരും കാണണ്ട. ചിലരെങ്കിലും അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉള്ളവരുണ്ട്. സോ നമുക്കും റെസ്റ്റ് ആവശ്യമാണ്. അങ്ങനെ റെസ്റ്റ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബ്രെയിൻ ആൻഡ് മൈൻഡ് കൂടുതൽ ആക്റ്റീവായിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ.